പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാവണം, ആഗ്രഹങ്ങളെ താലോലിക്കണം. മലയോളം നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ കുന്നോളമാണ് സാധിക്കുക എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എൻ്റെ ഓർമ്മകളുടെ മാറാപ്പിലേക്ക് ചേക്കേറിപ്പോയ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്നത്. വ്യത്യസ്തമായ ആ ഒരു വിഷയത്തിലേക്ക് നമുക്കൊന്ന് കടന്നു നോക്കാം. മലപ്പുറം ജില്ലയിലെ വേങ്ങര കഴിഞ്ഞാൽ പിന്നെ ചേറൂർ എന്ന ഒരു കുഞ്ഞു പ്രദേശമുണ്ട്. ആ ഒരു പ്രദേശത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ചേറൂര് കാടും തോടും മാവും പ്ലാവും പൂവും പുല്ലും വയലും കുളവും ഇലഞ്ഞിയും എല്ലാം തികഞ്ഞ എൻ്റെ ചേറൂര്. അങ്ങാടിയിൽ ബസ്സിറങ്ങി വലതുവശത്തെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ മുന്നോട്ട് നടന്നാൽ ചെറുവിൽക്കാരുടെ വലിയ ഒരു നിര തന്നെയുണ്ട്. ആദ്യം ചെന്നെത്തുന്നത് വലിയ മച്ചും മാളികയും ഒക്കെയുള്ള തറവാട്ടിലേക്കാണ്. തറവാടിൻ്റെ വലതുവശത്തായിട്ട് ഒരു പുളിമരമുണ്ട്. ചുവട്ടിൽ പഴുത്തുണങ്ങിയ പുളിയുടെ മനമയക്കുന്ന വാസന. എന്തായാലും പരതി ഒരു പുളിയെങ്കിലും കയ്യിൽ കിട്ടാതെ അവിടെ നിന്നും പിന്മാറാറില്ല. അവിടെ നിന്നും നടന്ന് ചെറിയൊരു കയറ്റമുണ്ട്. ആ ഒരു കയറ്റം കഴിഞ്ഞ് കുന്നിൻ മുകളിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഇരുനില മാളികയായിരുന്നു അന്ന്. മുറ്റം നിറയെ ഞാൻ വെച്ച് പിടിപ്പിച്ച മല്ലികപ്പൂക്കൾ, വെയിലിൽ തിളങ്ങുന്ന ചുവന്ന വാടകപ്പൂവ്, പല നിറത്തിലുള്ള സീസൺ ഫ്ലവറുകൾ, കായ്ച്ചു നിൽക്കുന്ന ചുവന്ന ചാമ്പക്കമരം, എല്ലാം വെച്ച് പിടിപ്പിച്ചത് ഞാനാണെന്ന് തന്നെ പറയുമ്പോൾ അല്പം സന്തോഷത്തിൻ്റെ ഒരു മാഞ്ഞാളം ഉണ്ടാവാറുണ്ട്. ഗേറ്റിനരികിൽ ഞാൻ എത്തുന്നതും കാത്തു നിൽക്കുന്ന ഉമ്മാമ്മയുടെ നിഷ്കളങ്കമായ മുഖം. പിന്നീട് ആ ചുളിവ് വീണ പൊൻകവളിൽ ഒരു കുഞ്ഞു ഉമ്മ സമ്മാനിച്ച് സന്തോഷത്തോടെയുള്ള ആ ചിരിയിൽ തന്നെ ഉമ്മാമ്മയെ വീഴ്ത്തു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെയുള്ള ചോദ്യം പിന്നെ, ഉമ്മമ്മ ഹാജിർ മാമാൻ്റെ കുളത്തിൽ കുളിക്കാൻ പോട്ടെ, ഇതായിരിക്കും. ആസിയാമ്മ വരാൻ പറഞ്ഞു എന്നാണ് ഉമ്മമ്മയോട് പറയാറുള്ള കള്ളം. തുടർന്ന് പിന്നെ, ഉമ്മാടെ കുട്ടി ഇപ്പം വന്നിട്ടല്ലേ ഉള്ളൂ, പിന്നെ പോകാം. അപ്പോഴുള്ള എൻ്റെ ആ കൊഞ്ചലിൽ നറുന്തേനിൻ്റെ മധുരമുള്ള ഒരു പുഞ്ചിരിയായിരിക്കും ഉമ്മാമ്മയുടെ സമ്മാനം. ഒരായുസ് മുഴുവൻ ഓർക്കാൻ ആ ഒരു പുഞ്ചിരി മാത്രം മതിയായിരുന്നു എനിക്ക്. ഞാൻ അതിൻ്റെ കേട്ട് നിൽക്കുന്നു. അയലിൽ തൂങ്ങുന്ന തോർത്തുമുണ്ടും എടുത്ത് വീണ്ടും ഒരു ഓട്ടമാണ്. ആ ഓട്ടം കാണുന്നതും ഹാജിയാർ മാമാന്റെ വകയും ചീത്ത കിട്ടും. ജലദോഷം വന്നാൽ രണ്ടിനെയും മൂലക്കിട്ട് ചവിട്ടും എന്നാണ് ഹാജിയാർ മാമാന്റെ വാക്ക്. എന്നാൽ ഒച്ച പോലെ അത്ര ഭയങ്കരിയായിരുന്നില്ല കേട്ടോ. അവളുടെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരിച്ച് ഹാജിയാർ മാമ തനിച്ചായതാണ്. ഉമ്മറത്ത് നീണ്ടു നിവർന്നു കിടക്കുന്ന ചാരുകസേര കണ്ടാൽ അവൾ പറയും, എൻ്റെ ബാപ്പാൻ്റെ ചാരുകസേരയാ. ഹാജിയാർ മാമ കസേര അവിടെ നിന്ന് എടുത്ത് മാറ്റാനും സമ്മതിക്കാറില്ല. നല്ല മനസ്സുള്ളവരായിരുന്നു ഹാജിയാർ മാമ. പിന്നെ തോട്ടിലെത്തിയാൽ ആസിയാമ്മൂനും എനിക്കുമുള്ള പണി മീൻപിടുത്തമാണ് കേട്ടോ. കറുകറുത്ത മീനിനെ പിടിച്ച് കുപ്പിയിലിടുമ്പോൾ അവൾ ഓരോ മീനിനും പേരിടും. മുജ്ജ്, മണ്ട, പരൽ, കടു. കുപ്പിയിൽ നിറയെ പലതരത്തിലുള്ള മീനുകൾ ഉണ്ടാവും. എല്ലാ കുരുത്തക്കേടുകളും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് കുളി. കുളത്തിൽ ചാടി തിമിർത്ത് തണുത്ത് വിറച്ച് പല്ലുകൾ കൂട്ടിയിടിക്കുമ്പോൾ അവിടുന്ന് മടങ്ങും. വീട്ടിലെത്തിയാൽ പിന്നെ ഉമ്മമാന്റെ വക പരിഭവം, ചീത്ത ഒക്കെ കിട്ടും. ആകെയുള്ള പരാതി, നിന്നെ ഞാൻ എപ്പോഴാ കണ്ടത് പെണ്ണേ, ഇതായിരിക്കും. അപ്പോഴേക്കും നീ തെണ്ടാൻ പോയില്ലേ, എന്തിനാ എൻ്റെ കുട്ടി വെള്ളത്തിൽ ചാടാൻ വരണത്? ചോദ്യം കേട്ട ഭാവമുണ്ടോ എനിക്ക്? ഞാൻ കൂടുതൽ നല്ല കുട്ടിയെ പോലെ അപ്പോൾ തൊട്ട് അഭിനയിക്കാൻ തുടങ്ങും. പിന്നെ നല്ല ചൂടുള്ള ചായയും അതിലേക്ക് നല്ല എള്ളുണ്ടയൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവർക്കും കിട്ടിയ ഓഹരിക്ക് പുറമെ ആരും കാണാതെ ഉമ്മമാൻ്റെ വക ഒരു ഉണ്ട കൂടി എനിക്ക് കൂടുതലുണ്ടാവും. പിന്നെയാണ് മാമന്മാരെ കുട്ടികളുടെ കൂടെയുള്ള കളിയും ചിരിയും ഒക്കെ. ഒരാൾ കൂടുതൽ സംസാരിക്കില്ല, മറ്റൊരാൾ എന്നെക്കാളും മുതിർന്നവളും അവളുമായി കൂട്ടുകൂടും. അന്നൊക്കെ ടി വി കാണാനായി അടുത്ത വീട്ടിലെ കുട്ടികളെല്ലാം എത്തും. രാത്രി വേറെ ടി വിക്ക് മുന്നിൽ കുത്തിയിരുന്നൊക്കെ സമയമുണ്ട്.
അതിന് അമ്മാവന്മാരുടെ കയ്യിൽ നിന്ന് ചീത്ത കേട്ടിട്ടുമുണ്ട്. എല്ലാം കഴിഞ്ഞ് രാത്രിയിലെ ചോറിൻ്റെ കൂടെ അമ്മായിമാരുടെ സ്പെഷ്യൽ ചീരമുളക് ചമ്മന്തിയും ഉണ്ടാവും. ഹൗ എന്താ എരി, നല്ല എരി ഉമ്മമ്മ, വെള്ളം വെള്ളം, ഇത് മാത്രമാണ് പിന്നീട് ഉണ്ടാവുക. ചീത്ത വീണ്ടും കിട്ടും, എല്ലാം കൂടി കുത്തി കയറ്റണോ? പിന്നെയാണ് രസം. എരിവ് സഹിക്കാൻ വയ്യാതെ വാ പൊളിച്ച് താഴേക്ക് വെക്കും. തുറന്നിരിക്കുന്ന വായിലയുടെ ഉമിനീര് പുറത്ത് ചാടും. കുറേ ചാടിക്കഴിഞ്ഞാൽ എരിവ് പോകും. പിന്നെ വീണ്ടും മുളക് ചമ്മന്തി. പിന്നെ ഒരു പേരിനൊരു പല്ലുതേപ്പും കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഉമ്മമ്മാൻ്റെ കൂടെയൊരു സുഖനിദ്രയുണ്ട്. കരിമ്പടത്തിനുള്ളിൽ കയറി മാർദ്ദവമായ ആ വയറിനെ ഒട്ടിക്കിടക്കുമ്പോൾ വാത്സല്യത്തിൻ്റെ ഒരു നിഷ്കളങ്കമായ ചൂടുണ്ടാവും. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടാവും. നല്ല മഴയത്ത് കരിമ്പടത്തിനുള്ളിലെ ആ ഒരു സുഖനിദ്ര ഒന്ന് ആലോചിച്ച് നോക്കൂ. വല്ലാത്ത ഒരനുഭൂതിയാണ്. പിന്നീട് കുറച്ച് ദിവസം അവിടെ താമസിച്ച് മടങ്ങുമ്പോഴുണ്ടാവുന്ന ആ ഒരു നൊമ്പരം, ഹൃദയം നുറുങ്ങുന്ന ഒരു വേദനയായിരിക്കും അത്. ഞാൻ അകന്ന് മറിയുവോളം എന്നെ നോക്കി നിൽക്കുന്ന ആ കണ്ണുകൾ ഇന്നെൻ്റെ കൂടെയില്ല. ഓർമ്മകളുടെ മാറാപ്പിലേക്ക് ചേക്കേറിയ വേദനയാർന്ന ആ ഒരു ദിനം ഞാൻ ഒട്ടും ഓർക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇതെൻ്റെ ജീവിത പുസ്തകത്തിലെ ഒരിതളാണ്, ഞാൻ എഴുതിയ എൻ്റെ കഥ. എൻ്റെ സാഹിത്യം ദഹിക്കാത്ത കുറേ ആളുകളുണ്ട്. ചൊറിയാൻ വരണ്ട, നിങ്ങൾ കേൾക്കാതെ എക്സിറ്റ് അടിച്ച് പോയിക്കൊള്ളുക. എൻ്റെ കൊതി തീരുവോളം ഞാൻ എഴുതും, സാഹിത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ കൂടെയുള്ള നല്ല കൂട്ടുകാർ കേൾക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. ഓരോരുത്തർക്കും ഉണ്ടാവും ഇതുപോലെയുള്ള പല പല മധുരമായ ഓർമ്മകൾ. ഡയറി താളുകളിൽ എഴുതി വെച്ച പോലെ ഹൃദയത്തിൻ്റെ പുസ്തകത്തിൽ അത് എഴുതി ചേർത്തിട്ടുമുണ്ടാവും. എന്നെ പോലെ നിങ്ങൾക്കുണ്ടായ സന്തോഷകരമായ അനുഭവങ്ങൾ ചുരുക്കി എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കും എഴുതാം. എഴുത്ത് വിശാലമായ ഒരു ലോകമാണ്. സർഗാത്മക സുഖം അത് അനുഭവിച്ച് തന്നെ അറിയണം. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ ഉരുകിയൊലിച്ച നൊമ്പരങ്ങളാകാം ഭാവനയിൽ സാഹിത്യമായും വാക്കുകളായുമൊക്കെ പുറത്തു വരുന്നത്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ജീവിക്കാതിരിക്കുക, നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. ഇനിയും വ്യത്യസ്തമായ പാചകവും കുക്കിങ്ങും സാഹിത്യവും ഒക്കെയായി വരാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോ ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.